നമ്മളിപ്പോൾ മാർക്കറ്റിൽ കാണുന്നുണ്ടാവും പല ഫുഡ് ഐറ്റംസിലും പ്രോബയോട്ടിക് ആഡഡ്, പ്രീബയോട്ടിക് ആഡഡ് എന്നൊക്കെ. ഇത് ശരിക്കും നമ്മൾ ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഈ പ്രോബയോട്ടിക് എന്നാൽ നമ്മൾ വയറ്റിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഇത് നമ്മൾ ദഹനത്തിന്, ഹെൽത്തിനെ, അലർജി തടയുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. എന്നാൽ പ്രീബയോട്ടിക് എന്ന ഈ ഓർഗാനിസത്തിന് വേണ്ട ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോൾ ഇത് എന്തൊക്കെ ഭക്ഷണം കഴിച്ചാൽ കിട്ടും? നോർമലി പ്രോബയോട്ടിക് എന്നാൽ കേട്, യോഗേർട്ട്, ചീസ്, ബട്ടർ മിൽക്ക് എന്നിവയിലൊക്കെ ഉണ്ട്. ഇനി പ്രീബയോട്ടിക് എന്ന ഇതിനുള്ള ഭക്ഷണം ഉള്ളി, വെളുത്തുള്ളി, പഴം, ഗോതമ്പ് ഇതൊക്കെ കഴിച്ചാൽ കിട്ടും. അപ്പോൾ നമ്മൾ ഈ കടയിൽ പോയി ഇന്ന സാധനം തന്നെ വാങ്ങി കഴിക്കണം എന്നൊന്നുമില്ല. നമ്മൾ ഭക്ഷണം ഇത് കഴിച്ചാൽ തന്നെ മതിയാവും. എന്നാൽ ചില സമയത്തൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ നമ്മുടെ ഗട്ടിലുള്ള മറ്റ് അണുക്കളെ നശിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല അണുക്കൾ നശിക്കും. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന കണ്ടീഷൻ, വയറിൻ്റെ ദഹന വ്യവസ്ഥ തെറ്റുന്ന കണ്ടീഷൻ, ഇതിലൊക്കെ നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള പ്രോബയോട്ടിക് കഴിക്കേണ്ടി വരും. അതും നമ്മൾ നോക്കി അതിനുള്ള ക്വാണ്ടിറ്റി അനുസരിച്ച്, പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മാത്രം കഴിക്കുക. ഇതൊക്കെ തന്നെ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ആവശ്യമുള്ള ഗട്ടിന് വേണ്ട പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും കിട്ടും. അതുകൊണ്ട് മാർക്കറ്റിൽ തന്നെ പോയി ഇന്ന പ്രൊഡക്റ്റ് വാങ്ങി കഴിക്കണം എന്നൊന്നും ഇല്ല.